ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ അതുപോലെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വെളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ളത്. ഇന്ന് നമുക്കൊരു വമ്പൻ പാർട്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കൂടാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും ഒരു ഈവനിങ് ടൈമിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇന്ന് പാർട്ടിയുള്ള വിവരം അറിയുന്നത് കേട്ടോ. ഓൾറെഡി പാർട്ടി കുറച്ച് പെൻഡിങ് ആയിട്ട് മാറി നിന്നതാണ്. പക്ഷേ ഇന്നാണ് എന്നുള്ളത് ഞങ്ങൾ വൈകുന്നേരമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നേ പിന്നെ ഇത് രണ്ടാമത്തെ ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ നമ്മൾ പങ്കെടുക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഒത്തുകൂടൽ വ്യാഴാഴ്ചയൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരിനെയൊക്കെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ കഥയിലെ കഥാനായകൻ ഇതാണ്. ഓനും ഓൻ്റെ ബീബിയായിട്ട് കഥ പറയുന്നതുകൊണ്ടാണ് കേട്ടോ ആ സൈഡിലോട്ട് മാറിപ്പോയി വീഡിയോ എടുക്കണം കണ്ടിട്ട്. അങ്ങനെ ബാക്കിയുള്ള കുറച്ച് പേരും കൂടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പേരും കൂടി വരാനുണ്ട്. അവരെ വെയിറ്റ് ചെയ്യാണ്. അവന് ഇവർക്കുള്ള കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒത്തിരി നേരം വൈകുണ്ടായിരുന്നത്. അങ്ങനെ അവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അവരും വന്നു കഴിഞ്ഞപ്പോൾ ഒരു 5-10 മിനിറ്റ് വെളിയിൽ കഥ പറഞ്ഞു നിന്ന് അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ നെഹദി മന്തി കഴിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നേ പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ പോണത് ഈ നെഹദി മന്തിയാണ് കേട്ടോ, അല്ലെങ്കിൽ സൂഫി മന്തി. ഇതിലാണ് നമ്മൾ കയറി പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ആദ്യം കണ്ട മീനിൽ ഏത് വേണമെന്നുള്ളതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് ഒരുമിച്ചിരിക്കാനുള്ള ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ പോയിരുന്ന് അപ്പോൾ ബർത്ത്ഡേ കേക്ക് സെറ്റാക്കിയിട്ട് ബാക്കിൽ 2 പേര് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിന് മുന്നേ ടേബിളിലിരുന്ന് കുറച്ച് നേരം ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ടേബിൾ ചർച്ചയായി അങ്ങനെ ഫുഡ് ഓർഡർ കൊടുക്കണ ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും നല്ലപോലെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 9:30-10 മണി ആയിട്ടുണ്ട് തോന്നുന്നു. അപ്പോഴാണ് ഇതാ സാലഡ് വന്നത്. പിന്നെ അതെല്ലാവരും കുറച്ച് കഴിച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കി. നമ്മളൊരു 10 ആഘോഷിക്കാൻ നമ്മൾ ആഴ്ച ഒരു വർഷം കുറയാണ്. അങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കേക്ക് മുറിക്കലൊക്കെ ഗംഭീരമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാണ്. ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അവൻ്റെ ബീവിയാണ് കേട്ടോ. ആൾ കരയില്ല പറഞ്ഞ് സ്ട്രോങ് ആയി നിന്ന ആളാണ്. ചെറുതായിട്ടൊന്ന് കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ സമ്മതിക്കാൻ മടിയായിരുന്നു. അങ്ങനെ നമ്മുടെ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് വന്നാൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും അത് ഫോട്ടോ എടുക്കാനൊന്നും സമയമില്ല. പിന്നെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. അത്യാവശ്യം നല്ല വിശപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കുന്ന ഒരേ ബിസി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഇതേപോലെ നെഹദി മന്തിയായിരുന്നു കേട്ടോ. ഇതൊരു വീക്ക്നെസ് ആയി തന്നെ പറയാം ഇവിടെ വന്നിട്ട് നെഹദി കഴിക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു ഫിഷ് ഫ്രൈ ചെയ്തതും കൂടി ഉണ്ടായിരുന്നു. അതും ടേസ്റ്റ് പൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയതിന് ശേഷം എന്താ കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ പോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ കേക്കൊക്കെ കഴിച്ചത്. എല്ലാവരും കേക്ക് കഴിച്ചു. ഇനി ഇത് അടുത്ത ദിവസത്തിനുള്ള പ്ലാനിനുള്ള പിരിവാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.